എല്ലാവർക്കും സീറ്റ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 8 സോഷ്യൽ സയൻസ് ചാപ്റ്റർ 1 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചാപ്റ്ററിന്റെ പേര് അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്നാണ്. ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ്. അധിനിവേശവും ചെറുത്തുനിൽപ്പും. അപ്പൊ ആ പേരിൽ നിന്ന് തന്നെ എന്തോ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അധിനിവേശം, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരാളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തേക്ക് മറ്റൊരാൾ കടന്നു കയറും, അല്ലെ? അതാണ് നമ്മൾ അധിനിവേശം എന്ന് പറയുന്നത്. അയാളുടെ അനുമതിയോ അല്ലെങ്കിൽ അയാളുടെ അറിവോ കൂടാതെ പതിയെ കടന്നു കയറുക, അധിനിവേശം. ആ അധിനിവേശത്തിനെതിരെ ചെറുത്തുനിൽപ്പ് നടത്തുക. ഒരു കൂട്ടം ജനത, ഒരു പ്രദേശത്തെ ജനത ചെറുത്തുനിൽപ്പ് നടത്തുക. അതിനെക്കുറിച്ചാണ് ഈ പാഠഭാഗത്തിൽ പഠിക്കുന്നത്. അപ്പോൾ അധിനിവേശം ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്, എപ്പോഴാണ്, എങ്ങനെയാണ്, എന്തുകൊണ്ടാണ്, എന്ത് കാരണത്താലാണ്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഈ പാഠഭാഗങ്ങളിൽ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ചെറിയൊരു ചരിത്രം മനസ്സിലാക്കണം. നമ്മൾ കുറച്ച് കാലം പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഏകദേശം 1400കളുടെ പകുതിയിലേക്ക് പോയി കഴിഞ്ഞാൽ 1453 നോക്കൂ, തുർക്കി എന്ന് പറയുന്ന, ഇന്നത്തെ തുർക്കി എന്ന് പറയുന്ന രാജ്യത്ത് ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്തിന്റെ പേരാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ആ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൂട്ടം ആൾക്കാർ കടന്നു കയറുകയാണ്. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് അന്ന് ബൈസാൻഡിയം എന്ന് പറയുന്ന സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന സ്ഥലത്തിന് വളരെ വലിയൊരു പ്രാധാന്യം തന്നെ ഉണ്ട്. ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് പോകണമെങ്കിൽ കരമാർഗം മറ്റു വഴികളൊന്നുമില്ല. കോൺസ്റ്റാന്റിനോപ്പിളാണ് പ്രധാനപ്പെട്ട പ്രദേശം. അതിലൂടെയാണ് ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് ഒരാൾക്ക് പോകാൻ കഴിയുക. അതുപോലെ യൂറോപ്പിൽ നിന്ന് തിരിച്ച് ഏഷ്യയിലേക്ക് വരാൻ കഴിയുന്നത് ഇതുവഴിയാണ്. അപ്പോൾ ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന സ്ഥലം ബൈസാൻഡിയം എന്ന് പറയുന്ന സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു. അതിനെ തുർക്കികൾ പിടിച്ചടക്കി 1453. അവിടെ നിന്നാണ് ശരിക്കും ഇന്ത്യയുടെ തന്നെ തലവിധി മാറ്റുന്ന, അല്ലെ ഇന്ത്യയുടെ തന്നെ തലവര മാറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. 1453 ഈ തുർക്കികൾ പിടിച്ചടക്കി അതിനെ അങ്ങ് അടച്ചു. ആ വഴിയെ ഇനി യൂറോപ്പിൽ നിന്നോ ഏഷ്യയിൽ നിന്നോ അങ്ങോട്ടേക്ക് പോകാം, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാനോ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ഏഷ്യയിൽ നിന്ന് വളരെ വിലപ്പെട്ട സുഗന്ധ വ്യഞ്ജനങ്ങൾ, അതുപോലെ മറ്റു വസ്തുക്കൾ, ഇതെല്ലാം യൂറോപ്പിലേക്ക് പോകണം, കച്ചവടം നടക്കണം. അതിനുള്ള ഏക വഴിയായിരുന്നു ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. തുർക്കികൾ പിടിച്ചടക്കിയതോടുകൂടി അത് നിന്നു. അങ്ങനെ അവരെന്ത് ചെയ്തു? പുതിയ വഴികൾ കണ്ടെത്താൻ തുടങ്ങി, പുതിയ പാതകൾ കണ്ടെത്താൻ തുടങ്ങി. അങ്ങനെ സമുദ്രത്തിലൂടെ, കടലിലൂടെ, ഓഷ്യനിലൂടെ ഒരു പാത കണ്ടെത്താൻ വേണ്ടി അവർ ശ്രമിച്ചു. അതിന്റെ ഫലമായിട്ടാണ് പിന്നീടുള്ള ചരിത്രം വരുന്നത്. മക്കളെ, നമ്മൾ കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചെടുത്ത കാര്യം പറഞ്ഞല്ലോ. അപ്പൊ അതിനുശേഷം യൂറോപ്യന്മാർ എന്ത് ചെയ്യുന്നു? കടൽ മാർഗം അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. ഏഷ്യൻ രാജ്യങ്ങളുമായിട്ട് കച്ചവടം നടത്തും. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും, എന്ത് ഘടകങ്ങളായിരിക്കും, അല്ലെങ്കിൽ എന്ത് ഫാക്ടേഴ്സാണ് ഈ യൂറോപ്യന്മാരെ ഏഷ്യയുമായിട്ട് കച്ചവടം നടത്താൻ പ്രേരിപ്പിച്ചത്? എന്തൊക്കെ ഫാക്ടേഴ്സാണ്? പ്രധാനമായിട്ടും ഇവിടെ നിന്ന് ലഭിക്കുന്ന സുഗന്ധ വ്യഞ്ജനങ്ങൾ, അതിൻ്റെ ലാഭം, അത് തന്നെയാണ്. ഇതുകൂടാതെ അവർ കുറച്ച് മുന്നോട്ട് പോയി, പല കാര്യങ്ങളിൽ അവർ കുറച്ച് മുന്നോട്ട് പോയി. ഒന്നാമതായിട്ട് അവർ ഏത് കാലാവസ്ഥയിലും സഞ്ചരിക്കാൻ യോഗ്യമായ കപ്പലുകൾ നിർമ്മിക്കാൻ തുടങ്ങി. ഏത് കാലാവസ്ഥയിലും കടലിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്ന ശക്തമായ കപ്പലുകൾ അവർ നിർമ്മിക്കാൻ തുടങ്ങി. അതുകൂടാതെ തന്നെ യൂറോപ്യന്മാർക്ക് ഭൂമിശാസ്ത്രം, ജോഗ്രഫി നന്നായി തന്നെ അവർ പഠിക്കാൻ തുടങ്ങി. അവർക്ക് ജോഗ്രഫിയും വേൾഡ് ജോഗ്രഫിയെക്കുറിച്ച് അത്യാവശ്യം ധാരണ കിട്ടാൻ തുടങ്ങി. മൂന്നാമത് അവരെ യൂറോപ്യന്മാർ ദിശ കണ്ടെത്തുന്ന കോമ്പസ് പോലുള്ള ഉപകരണങ്ങൾ കണ്ടെത്താൻ തുടങ്ങി. ഇത് അവരുടെ യാത്രയെ കുറച്ചുകൂടി സുഗമമാക്കി. അവർക്ക് ഡയറക്ഷൻസ് കോമ്പസിലൂടെ നോക്കി മനസ്സിലാക്കാം. ഇന്ത്യയിലേക്കും അതുപോലെ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും വന്നുപോയ പല സഞ്ചാരികൾ ഇവിടുത്തെ സമ്പത്തിനെക്കുറിച്ചും, ഇവിടെ അളവറ്റ സമ്പത്തിനെക്കുറിച്ചും, ഇവിടുത്തെ രാജാക്കന്മാർ ജീവിക്കുന്ന ആ ഒരു സാഹചര്യത്തെക്കുറിച്ചൊക്കെ യൂറോപ്പിലേക്ക് എത്താൻ വേണ്ടിയാണ്. കാരണം പല സഞ്ചാരികളുടെയും ഡയറി കുറിപ്പുകളിൽ അവർ എഴുതിയിരിക്കുന്നത്
ഇവിടുത്തെ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളിലെ തൂണുകളിൽ പോലും ഡയമണ്ടുകളും അതുപോലെ തന്നെ വൈരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെന്നാണ്. ഇതൊക്കെ കേട്ട് എന്താണ് ആഗ്രഹം മൂത്ത യൂറോപ്യന്മാർ അവർക്ക് എങ്ങനെയെങ്കിലും ഈ നാട്ടിലേക്ക് എത്തണം. അതിനായിട്ട് അവർ പരിശ്രമിക്കാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ശക്തമായ കപ്പലുകൾ കണ്ടെത്താനും ജോഗ്രഫി പഠിക്കാനും പിന്നെ അതുപോലെ കോമ്പസുകൾ പോലുള്ള ഉപകരണങ്ങൾ കണ്ടെത്തി യാത്ര നടത്താനും തുടങ്ങിയത്. അതുകൂടാതെ നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സായിട്ടുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ, അതൊക്കെ യൂറോപ്യന്മാർക്ക് വളരെ പ്രിയമുള്ളതാണ്. അത് ലഭിക്കണം. അതും അവരുടെ യാത്രയുടെ ഒരു ഉദ്ദേശമായിരുന്നു. ഏറ്റവും അവസാനമായിട്ടാണ് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടങ്ങി. ഇത് കാരണം അവർക്ക് അതുവഴി വരാൻ പറ്റാതെ, അതുവഴി ഏഷ്യയിലേക്ക് അല്ലെങ്കിൽ അറേബ്യൻ നാടുകളിലേക്ക് വരാൻ പറ്റാതായി. ഈ അറേബ്യൻ നാടുകളിലെത്തിയ സുഗന്ധവ്യഞ്ജനങ്ങൾ, അറബികൾ കൊണ്ടുവന്നിരുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ യൂറോപ്പിലേക്ക് കച്ചവടം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ്. യൂറോപ്യന്മാർ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് പുതിയ എക്സ്പെഡീഷൻസ് നടത്താൻ ഉണ്ടായ ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ചരിത്രം കഴിഞ്ഞാൽ നേരെ നമുക്ക് ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് വരാം. ഏകദേശം 1600-കളിൽ 17-ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇംഗ്ലണ്ടിൽ ഒരു കമ്പനി രൂപീകൃതമാകുന്നുണ്ട്. ആ കമ്പനിയുടെ പേര് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600-കളിൽ അവിടുത്തെ രാജ്ഞിയായിട്ടുള്ള വിക്ടോറിയയിൽ നിന്ന് ഒരു ആക്ട്, ഒരു കരാർ എഴുതി വാങ്ങുന്നുണ്ട്. ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് വ്യാപാരികളൊക്കെ ചേർന്നിട്ട് അവര് ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ കച്ചവടത്തിനായി ഇറങ്ങിയത്. അതിനുശേഷമാണ് ശരിക്കും ഇന്ത്യയുടെ വിദേശാധിപത്യത്തിന്റെ കാതലായ കഥ ആരംഭിക്കുന്നത്, ശക്തമായ കഥ ആരംഭിക്കുന്നത്. എന്താണ് നമുക്ക് ആ കഥയെ നോക്കാം. അപ്പോൾ 1600-കളിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിക്കുകയാണ്. അതിനുശേഷം അവരവരുടെ ദൗത്യം 1601-ൽ ആരംഭിക്കുകയാണ്. അവരൊരു 4 കപ്പലിനെ ഈസ്റ്റിലേക്ക് അയക്കുന്നു. ആ 4 കപ്പലിൽ നിറയെ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇവിടുത്തെ വിലവെടുപ്പുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ, കുരുമുളക്, അതുപോലെ തന്നെ വിദേശികൾക്ക് അല്ലെങ്കിൽ പാശ്ചാത്യർക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് എത്തിക്കുക എന്നുള്ളതാണ്. അതിനായി അവർ ആദ്യമായി 4 കപ്പലുകളെ അയക്കും. ആ 4 കപ്പലുകളുടെ പേരാണ് അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്നിങ്ങനെ 4 കപ്പലുകളാണ് അവർ അയക്കുന്നത്. ആ കപ്പലുകൾ നേരെ സുമാത്രയിലേക്ക് പോകും. അവിടെ നിന്നും അവർക്ക് ആവശ്യമുള്ള ചരക്കുകൾ കയറ്റി ഇംഗ്ലണ്ടിലേക്ക് തിരികെ വരും. ആ ഇംഗ്ലണ്ടിലേക്ക് തിരികെ വരുന്ന കപ്പലുകളിൽ നിന്ന് വമ്പൻ ലാഭമാണ് ഈ യൂറോപ്യന്മാർക്ക് ലഭിക്കുന്നത്. ഇതിന്റെ സാധ്യത കൂടുതൽ മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ അവർ അടുത്ത ഘട്ടം കപ്പലുകളെ വീണ്ടും അയക്കുന്നു. ആ കപ്പലുകൾ ഇതുപോലെ സമുദ്രത്തിലൂടെ സഞ്ചരിച്ച് ഇന്തോനേഷ്യ ആ ഭാഗങ്ങളിൽ വീണ്ടും കച്ചവടം നടത്തുന്നു. ആ കപ്പലുകൾ നിറയെ സുഗന്ധവ്യഞ്ജനങ്ങളുമായിട്ട് അത് തിരിച്ചു പോവുകയാണ്. ആദ്യമായിട്ട് പുറപ്പെട്ടത് 2 കപ്പലുകളാണ്, ഹെക്ടർ, സൂസൻ. പക്ഷേ യാത്രാമധ്യേ വഴിയിൽ വെച്ച് സൂസൻ കടക്ഷോഭം കാരണം തകർന്ന് തരിപ്പണമായി. പിന്നാലെ വന്ന 2 കപ്പലുകൾക്ക് ഹെക്ടറെ രക്ഷിക്കണമെന്നുണ്ടെങ്കിലും ഹെക്ടറെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല. കാരണം അതിനകത്തുള്ള നാവികരെല്ലാം മരിച്ചുപോയി. അങ്ങനെ മിച്ചമുള്ള 2 കപ്പലുമായി അവർ നേരെ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു വരും. പക്ഷെ അപ്പോഴും അവരുടെ ലാഭം എന്ന് പറയുന്നത് അവരുടെ മുടക്ക് മുതലിന്റെ 95%. അതായത് അവരുടെ കച്ചവടം ഏകദേശം ഇരട്ടിയോളം നടന്നു, പക്ഷെ അവരുടെ ലാഭം 95%. ഇതവർക്കൊരു വലിയ സാധ്യതയായിട്ട് മനസ്സിലായി. അങ്ങനെ അവർ കൂടുതൽ കപ്പലുകൾ കൂടുതൽ രാജ്യങ്ങളിലേക്ക്, കൂടുതൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് അവർ പറഞ്ഞയക്കേണ്ടായി. ഇതിന്റെ ഫലമായിട്ടാണ് പിന്നീട് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇവരുടെ കീഴിലേക്ക് വരുന്നത്. അതിനെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് നമ്മൾ ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാർക്ക് മുമ്പെത്തിയ ചില യൂറോപ്യന്മാരെ കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഞാൻ പറഞ്ഞു, കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതോടുകൂടി 1453-ൽ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതോടുകൂടി കരമാർഗമുള്ള ഏഷ്യയിലേക്കുള്ള യാത്രയുടെ മാർഗം നശിച്ചു, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു. അപ്പോൾ അതുവഴി കടൽ മാർഗം ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നത്, ഏഷ്യയിലേക്ക് വരുന്നത് നമ്മുടെ വാസ്കോ ഡ ഗാമയാണ്, പോർച്ചുഗീസുകാരാണ്. അവർ ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിലേക്ക് വന്നു. കേരളത്തിലെ കോഴിക്കോട്, കാപ്പാട് കടപ്പുറത്താണ് അവർ വന്നിറങ്ങുന്നത്. കാപ്പാട് ഉള്ള
പന്തലായനി ബീച്ച് എന്ന് പറയുന്ന ബീച്ചിലാണ് വന്നിറങ്ങുന്നത്. അതിനുശേഷം അവർ നേരെ കോഴിക്കോടേക്ക് പോവുകയാണ്. കോഴിക്കോട് അന്ന് ഭരിച്ചിരുന്നത് അതിപ്രഗത്ഭനായ ഭരണാധികാരി സാമൂതിരിയായിരുന്നു. സാമൂതിരിയോട് വന്ന് പറയുകയാണ്, നിങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ കച്ചവടം ചെയ്യാനുള്ള അധികാരം തരണം, കൂടാതെ നിങ്ങളുമായി ഇപ്പോൾ കച്ചവടം ചെയ്യുന്ന അറബികളെ പുറത്താക്കണം. സാമൂതിരി ഒട്ടും അംഗീകരിക്കാൻ തയ്യാറായില്ല. സാമൂതിരി എന്ത് ചെയ്തു? സാമൂതിരി പറഞ്ഞു, പറ്റില്ല, അറബികൾ ഇവിടെ കച്ചവടം ചെയ്യും, നിങ്ങൾക്ക് നിയമാനുസൃതമായി കച്ചവടം ചെയ്യാം. പക്ഷെ ഇത് അംഗീകരിക്കാൻ പറ്റാത്ത പോർച്ചുഗീസുകാർ ഗാമ അദ്ദേഹം എന്ത് ചെയ്യുന്നു? നേരെ കണ്ണൂരേക്ക് പോകുന്നു. അവിടെ ഭരിച്ചിരുന്നത് കോലത്തിരിയാണ്. ഈ കോലത്തിരിയിൽ നിന്ന് കച്ചവടം ചെയ്യാനുള്ള അധികാരം എഴുതി വാങ്ങുന്നു. അതിനുശേഷം കണ്ണൂര് കൃത്യമായി കച്ചവടം നടത്തുന്നു. അവരുടെ ഒരു കേന്ദ്രമായി കണ്ണൂര് പിന്നീട് മാറുകയാണ്. ആ കച്ചവടത്തിൽ നിന്ന് കിട്ടിയ സാധനങ്ങളുമായി അവർ വീണ്ടും തിരിച്ച് പോർച്ചുഗലിലേക്ക് പോകുന്നു. അതിലും അവർക്ക് വൻ ലാഭം ഉണ്ടാകുന്നു. ഇതാണ് പോർച്ചുഗീസുകാരുടെ ആരംഭം. ഇതിനുശേഷം വന്ന ആൾക്കാരാണ് ഡച്ചുകാർ. പോർച്ചുഗീസുകാർ വന്നല്ലോ, അവരിവിടെ കച്ചവടം തുടങ്ങി. പക്ഷേ എങ്കിലും അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അത് എന്തൊക്കെയാണ്? അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ വരും ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യും. പോർച്ചുഗീസുകാർക്ക് ശേഷമുള്ള ഡച്ചുകാർ, അത് കഴിഞ്ഞ് ഫ്രഞ്ചുകാർ, പിന്നെ നമ്മളെ 200 കൊല്ലം അടക്കി ഭരിച്ച ബ്രിട്ടീഷുകാർ. ഇവരുടെ ചരിത്രങ്ങൾ നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കും. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.